മോളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ ഇടയായിട്ട് എവിടെ പോകുമ്പോഴും എന്നോട് വണ്ടി എടുക്കാനാണ് സമയം പറഞ്ഞത്. പ്രാക്ടീസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി സൈഡിലിരിക്കാൻ ഇപ്പോൾ കൊതിയാവുന്ന അവസ്ഥയിലായല്ലോ, അത് കുഴപ്പമില്ല, നീ തന്നെ എടുത്താൽ മതി എന്നും പറഞ്ഞ് നേരെ നമ്മൾ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. നമുക്ക് ഒരു ഷാമ്പു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 250 ml ഓർഡർ ചെയ്തിട്ട് സാധനം വന്നപ്പോൾ 100 ml ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി. നേരെ ഐക്യ പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ പിന്നെ സനോയി പറഞ്ഞു നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം, വണ്ടി മാറ്റാം എന്ന് പറഞ്ഞു. കാരണം സൈഡിലിരിക്കാൻ എനിക്ക് കൊതിയാണെന്നല്ലേ പറഞ്ഞു, എന്നാ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി വീട് ടച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഐക്യയിലോട്ട് പോകണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയി കാറൊക്കെ മാറ്റി നമ്മൾ നേരെ എന്നിട്ട് ഐക്യയിലോട്ട് വന്നേക്കാണ് കേട്ടോ. വിൻഡോ ഷോപ്പിംഗ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ അധികം അങ്ങോട്ട് കറങ്ങി നടക്കില്ല. ഐക്യ പോയാൽ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ എല്ലാം അങ്ങനെ കണ്ടു നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെ സമയം കളയില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് നമ്മൾ നേരെ നമുക്ക് ആവശ്യമുള്ള സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പാത്രം മേടിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നു. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആപ്പിനകത്ത് തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് അപ്പം തന്നെ സ്കാൻ ചെയ്യാം കേട്ടോ വാങ്ങുന്ന ഐറ്റംസ്. അതാകുമ്പോൾ ബില്ലിങ്ങിൻ്റെ അവിടെ നമുക്ക് എളുപ്പമാണ്. അവിടെ പോയി പെട്ടെന്ന് തന്നെ നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും സനോയി നിൽക്കുന്ന മെയിൻ സ്ഥലം ഈ പെയിൻറ്റിങ്ങിൻ്റെ അവിടെയാണ് കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ലോ ആണ് സനോയി വരാൻ. എനിക്കൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഒരു വെയ്സ് ഉണ്ട്, അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെയ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ അവിടെ കൊണ്ടുപോയി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡിസ്പ്ലേ പീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് ബോക്സിനകത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വെയ്സിൻ്റെ അവിടെ പോയി ഡിസ്പ്ലേ പീസിൽ ഓരോന്ന് വെച്ച് കൊടുത്ത് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന് നോക്കുമായിരുന്നു കേട്ടോ. ബില്ലിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ആ ആകർഷണത്തിൽ നന്നായിട്ട് വീഴുന്ന ഒരാളാണ് സനോയ്. നേരെ അവിടെ പോയിട്ട് ഒരു മീറ്റ് ബോൾസ് ഒക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഫുഡൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അവിടെ ഹോട്ട് ഡോഗ് മീറ്റ് ബോളൊക്കെ കിട്ടണം, എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. പക്ഷേ എന്നാലും എനിക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോനട്ടാണ് മേടിച്ചിരിക്കുന്നത്. 4 എണ്ണത്തിൻ്റെ ഡോനറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2 എണ്ണം ഞാൻ കഴിച്ചു, 2 എണ്ണം ഞാൻ പിള്ളേർക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ സനോയ് മീറ്റ് ബോളും ഞാൻ ഡോനറ്റും കഴിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് സാധനങ്ങളെല്ലാം കാറിനകത്ത് വെച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ സൺഫ്ലവർ ആണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്തത്. അതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വേസിൽ നിന്നാണ് ഞാൻ ആ ഫ്ലവേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ സൺഫ്ലവർ അവിടെ വെച്ചു. മറ്റേ ഫ്ലവർ എന്താണെന്ന് പറയുക, സ്റ്റെപ്പും ഒരു വേസ് ഉണ്ട്, അവിടെ അത് വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടും സെയിം ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അടുത്ത ദിവസം എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അതങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ തോന്നി, അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ചേഞ്ച് വരുത്താമെന്ന്. നമ്മളിതിന് മുമ്പ് ഒരു സ്റ്റോൺസ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മണി പ്ലാന്റിൽ ഇട്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രിംഗ് ലൈറ്റും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ സൺഫ്ലവർ അവിടെ വെച്ച് നോക്കിയിട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളതൊരു പരീക്ഷണാർത്ഥം വെച്ച് നോക്കിയതാണ്. വെച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാനത് ലീഫിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വെക്കാൻ നോക്കിയേ. അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് സെറ്റാക്കി. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത്.